അതിനുശേഷം ഒടുവിലായി എന്നാൽ 12 മണിക്കുള്ളതായ സമയം നമ്മുടെ യാത്രയായിട്ടുള്ളത്. അങ്ങനെ എല്ലാ ശുശ്രൂഷകളും വളരെ അനുഗ്രഹത്തോടെ ചെയ്തെടുക്കാൻ ദൈവം സഹായിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ രാജേഷ് പാസ്റ്റർ ഒരു കത്തിലിരിക്കുന്നത് വരെയുള്ളതായ സമയം സംസാരിച്ചതിന് ശേഷം കർത്താവിൻ്റെ ദാസൻ അൽപാസം അല്പസമയം ദൈവം സൂക്ഷിക്കും. എല്ലാം അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയായിരിക്കാം. കർത്തൃദാസന്മാരെ ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിൽ നിന്ന് വീണ്ടും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ കർത്താവ് കുടുംബമായി ഞങ്ങളോട് കാണിച്ച കരുണയോർത്ത് ദയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കാണുന്ന എല്ലാ ദൈവമക്കൾക്കും കുഞ്ഞുങ്ങൾക്കും കർത്തദാസന്മാർക്കും യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹമന്ത്രം അറിയിക്കുന്നു. സഭയുടെ ഇന്ന് വരെയുള്ള ശുശ്രൂഷനായിരിക്കുന്ന കർത്താദാസൻ യോഹന്നാൻ പാസ്റ്റർ ഓർത്തും സൂസൻ ആൻറ്റിക്കായി സ്തോത്രം ചെയ്യുന്ന കുടുംബമായി കർത്താവ് അവരെ ഈ 6 വർഷം ഉള്ളംകൈയിൽ വഹിച്ച് ബലപ്പെടുത്തിയ കൃപകൾക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താദാസൻ അൽപാസും കുടുംബത്തിനായി സ്തോത്രം, ചെറിയച്ചനായി സ്തോത്രം ചെയ്യുന്ന മറ്റുള്ള എല്ലാ ദൈവമക്കൾക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാൻ കർത്താവ് ഇന്ന് പകൽ നമ്മളെ സഹായിച്ചല്ലോ. ഒരാഴ്ചയും കൂടി അത്ഭുതമായി ഈ ലോകത്ത് കർത്താവ് നമ്മളെ നിലനിർത്തിയ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. മാത്രമല്ല സ്തോത്രം കർത്താവിൻ്റെ ദാസൻ്റെ യാത്രയപ്പിൻ്റെ ശുശ്രൂഷയുടെ ബന്ധത്തിലും കൂടി വന്നിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ദൈവസന്നിധിയിൽ സ്തോത്രം. നമ്മൾ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററിൻ്റെ സമയം വെട്ടി കുറച്ചു. പാസ്റ്ററിനാണ് ഇന്ന് സമയം ഉള്ളത്, പക്ഷേ പാസ്റ്ററിൻ്റെ സ്വന്തം സമയം വെട്ടി കുറച്ചു. സ്തോത്രം. കൂടുതൽ കഴിഞ്ഞ ആഴ്ച അവിടുത്തെ ഞങ്ങളെ കോഴഞ്ചേരി സഭയിൽ എ ജി സഭയിൽ പാസ്റ്ററിൻ്റെ യാത്രയപ്പായിരുന്നു. സ്തോത്രം. അവിടെ പാസ്റ്റർ പറഞ്ഞു, ഞാൻ കൂടുതൽ സമയം സംസാരിക്കാൻ തുടങ്ങി, നന്ദി പറയാൻ തുടങ്ങിയാൽ പിന്നെ എനിക്ക് കരച്ചിൽ വരും, അതാകെ അഭംഗിയായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, 5 മിനിറ്റ് കൊണ്ട് പാസ്റ്റർ നിർത്തി സ്തോത്രം ചെയ്യുന്നു. ഇവിടുത്തെ പാസ്റ്ററിനെ കരയുന്ന ആളാണെന്ന് എനിക്കറിയില്ല. സ്തോത്രം. എന്തായാലും പ്രൈസ് ലോർഡ്. സ്തോത്രം. ആ പാസ്റ്ററിന് പിന്നെ ബാക്കിയല്ലോ 1.5 വർഷം ഓർക്കുന്നില്ല. സ്തോത്രം. പ്രൈസ് ലോർഡ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞങ്ങളോടും ഡിസംബർ മാസം കഴിഞ്ഞ വർഷം ഡിസംബർ മാസം ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇവിടുത്തെ 21 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിയുന്നതിൻ്റെ അന്ന് ഞായറാഴ്ച ഞങ്ങൾ വന്ന് അന്നും ഭക്ഷണം കിട്ടി. സ്തോത്രം. ആത്മീയമായ ഭക്ഷണം കിട്ടി, ഭൗതികമായ സ്തോത്രം ചോറും കിട്ടി. അതോർത്ത് സ്തോത്രം ചെയ്ത് ഇന്ന് പിന്നെ പാസ്റ്റർ വിളിച്ചിട്ടാണ് വന്നത്. സ്തോത്രം. ഇന്നും പാസ്റ്റർ ഉള്ള സമയത്തും പാസ്റ്ററിന് പോകുന്ന സമയത്തും ഒരു ഭക്ഷണം. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന, മഹത്വപ്പെടുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗം നിന്ന് കർത്താവിൻ്റെ ദാസൻ സ്തോത്രം സംസാരിച്ച് ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്തോത്രം. അതും തിടുക്കത്തിലാണ്. 2 ആഴ്ചയും കൂടി ഒന്നിച്ച് 10 മിനിറ്റ് കൊണ്ട് 19 മിനിറ്റ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 19 മിനിറ്റ് കൊണ്ട് പാസ്റ്റർ അത് പറഞ്ഞു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങൾ വന്ന ഞായറാഴ്ച ഇന്ന് ഞാൻ ഓർക്കുന്ന ഒരു സംഭവമാണ്. വളരെ താല്പര്യത്തോടെ പാസ്റ്റർ വന്ന് പരിചയപ്പെടുകയും സ്തോത്രം സമയം സൂക്ഷിപ്പാനും സമയം നൽകുകയും അന്ന് ഞാൻ 10 മിനിറ്റ് കൂടുതലെടുത്തു. ക്ഷമ ചോദിച്ചിട്ടാണ്, സഭയോട് ക്ഷമ ചോദിച്ചു. എങ്കിലും 10 മിനിറ്റ് കൂടുതലെടുക്കുകയും സ്തോത്രം. മാത്രമല്ല അന്ന് പ്രാർത്ഥിച്ച് തുടങ്ങുന്നതിന് മുമ്പേ ഇതിനു വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു സഹോദരൻ, ഇപ്പോഴും ഇന്നും എനിക്കറിയില്ല ആരാണ്, ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അവരെ ഇന്നും അത് ഓർത്ത് ആ മുഴക്കം ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട്. സ്തോത്രം. ദൈവം ഒരു മനുഷ്യനെ അയച്ചു എന്ന് പറയുന്ന വാക്യാനുസരിച്ച് താൻ ആ സഹോദരൻ പ്രാർത്ഥിച്ചത് കുടുംബമായി അവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താദാസനെ ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അന്ന് മുതൽ ഈ സമയം വരെയും ശുശ്രൂഷയോട് ഒരു സഹോദരൻ ശുശ്രൂഷകൻ എന്ന ആദരവ് തന്ന് ഞങ്ങളെ ആദരിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന ആ സ്നേഹത്തോടെ എന്നും വിളിക്കുമ്പോഴും ഇവിടുന്ന് പോയപ്പോഴും വിളിക്കാറുണ്ട്. വിളിക്കുമ്പോഴൊക്കെയും വളരെ സ്നേഹത്തോടെ ഞങ്ങളെ ക്ഷേമം അന്വേഷിക്കും ചെന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ പ്രാർത്ഥന ഞങ്ങൾക്കൊരു അനുഗ്രഹമാകുന്ന ദൈവസഭയുടെ പ്രാർത്ഥന ഇന്നോളം ഞങ്ങളെ നിലനിർത്തി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കർത്താവിൻ്റെ ദാസന് കർത്താവ് വീണ്ടും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. സ്തോത്രം. യാത്രയപ്പിന് സമയമില്ലല്ലോ? സമയമുണ്ടോ? ഉണ്ട്. യാത്രയപ്പിന് സമയമുണ്ടോയെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതും ഇതും കൂടി ഒന്നിച്ച് ചേർക്കാം. അപ്പോൾ സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഒരു വാക്യം മാത്രം വായിച്ചിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 4-ാം അധ്യായം 13-ാം വാക്യം. ആമോസ് 4:13. കർത്താവിൻ്റെ പ്രവൃത്തിയിൽക്കാൻ ദൈവത്തെ വളരെ 149-ാം സങ്കീർത്തനോട് ചേർന്ന് തന്നെ ഒരു കാര്യമാണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 144-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യം പറയുന്നത്, ഇസ്രായേലിനെ നിർമ്മിച്ചവൻ, ഇസ്രായേലിനെ ഉണ്ടാക്കിയവൻ പറയേണ്ട ഒരു കാര്യം. പുതിയ പാട്ട് പാടട്ടെ, അവന് സന്തോഷിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഇവിടെ പ്രവാചകൻ ആണ്ടുകൾക്ക് ശേഷം ഇസ്രായേൽ മക്കളോട്, സ്വന്തം ദൈവജനത്തോട് ഓർപ്പിക്കുന്ന കാര്യമാണ്, ഈ ദൈവം ആരാകുന്നു. നിങ്ങളുടെ പ്രയാസങ്ങളുടെ മധ്യേ, നിങ്ങളുടെ വേദനകളുടെ മധ്യേ, നിങ്ങളുടെ ഇല്ലായ്മയുടെ മധ്യേ, നിങ്ങളുടെ രോഗാവസ്ഥയുടെ മധ്യയിലും ഈ ദൈവത്തിന് മാറ്റമില്ല.
രോഗം വന്നുകൊണ്ടോ സാമ്പത്തികമായ വിഷയം വന്നുകൊണ്ടോ തകർച്ച വന്നുകൊണ്ടോ ജോലി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടോ ആത്മാക്കൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനോ സ്വഭാവത്തിനോ പ്രവർത്തിക്ക് അന്തമില്ല. അവൻ ഇന്നും പ്രവർത്തിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ശൂന്യതകൾ തരുന്നത് അത് ദൈവത്തിൽ കൂടുതൽ ആശ്രയം വെക്കുവാനും അവനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാകുന്നു. എല്ലായ്പ്പോഴും ജയമല്ല, ചില സമയത്തൊക്കെ തോൽവി തരും. അത് കേൾക്കുമ്പോൾ നമ്മുടെ പ്രശ്നം. പക്ഷെ തോൽവിയിൽ കൂടി ആനന്ദിക്കുന്ന ദൈവമുണ്ട്. എന്തിനു വേണ്ടിയാ? പിശാചിന് മുമ്പ് ഇപ്പോൾ നമ്മൾ തോറ്റെങ്കിലും അത് പിന്നീട് വലിയൊരു ജയം നൽകുന്ന ദൈവത്തിനായി സ്തോത്രം. മാത്രം തോൽവിയുടെ അവസ്ഥയിലും അവനെ ആരാധിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. അത് യോബ് ചെയ്തു. നേരത്തെ ഇവിടെ പറഞ്ഞ പ്രസാദ് സോൻ ഓർപ്പിച്ചോലെ, അത് പൗലോസും ശീലാസും ഏത് അവസ്ഥയിലാണ് ആരാധിച്ചത്? കഷ്ടതയിൽ അടി കൊണ്ടിട്ടാണ്. സ്തോത്രം. അടി കൊള്ളാതെ ആരാധിക്കാൻ എളുപ്പമാണ്. പക്ഷെ അടി കൊണ്ട് പ്രയാസം ഉള്ളപ്പോൾ, ദുഃഖമില്ലപ്പോൾ, ഇല്ലായ്മ ഇല്ലപ്പോൾ, പാസ്റ്റർ ഓർപ്പിച്ചു, ചില കുടുംബങ്ങളിൽ അതേ സ്തോത്രം ചിലർക്ക് നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടല്ല, അവർ സ്വർഗത്തിലാണ് പോയത്. അപ്പോൾ നഷ്ടമൊന്നുമല്ല, നമ്മൾ വിട്ടു പോയെന്നുള്ളൂ. കർത്താവിന് സന്തോഷമാണ്. സ്വർഗം സന്തോഷിക്കുന്നു. നമുക്ക് ദുഃഖമാണെങ്കിൽ അവിടെ ചെന്ന് സ്തോത്രം കാണുന്ന കാര്യം അത് രണ്ടാമത്തെ വിഷയമെങ്കിലും അതേപോലെ ദൈവത്തിന് നഷ്ടമില്ല, ദൈവത്തിന് സന്തോഷമാണ്. എൻ്റെ മക്കൾ എൻ്റെ അടുക്കൽ വന്നല്ലോ. അപ്പം നാമും സന്തോഷിക്കണം. അവരെ സമയം അവരെ വേല തീർത്ത് പോയി. വേല എന്ന് ഉദ്ദേശിക്കുമ്പോൾ പാസ്റ്റർമാരല്ല, ഓരോ വിശ്വാസിക്കും ഒരു വേല സമയമുണ്ട്. സമയം തീർത്ത് അവർ പോയി. സ്തോത്രം. ഇവിടെ പറയുന്ന പ്രവാചകൻ പറയാണ്, പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുന്ന ദൈവം മനുഷ്യനോട് അവന്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കിയും ഒരുവനേ ഉള്ളൂ, ഒരുവനുണ്ട്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നവന്റെ നാമം. പുതിയ നിയമത്തിൽ ക്രിസ്തു യേശു എന്നാകുന്നവന്റെ നാമം. എന്ത് ചെയ്യുന്നു അവൻ? അതേ ഇസ്രായേലിനെ ഉണ്ടാക്കിയവൻ മാത്രമല്ല, അവൻ പർവ്വതങ്ങളെ ഉണ്ടാക്കി, അവൻ കാറ്റിനെ സൃഷ്ടിച്ചു. അവൻ ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യനോട് അവന്റെ നിരൂപണം എന്തെന്ന് അറിയിക്കുന്ന ദൈവം. സ്തോത്രം. ദാവീദ് പാപം ചെയ്തു. ആ പാപം 1 വർഷത്തോളം അവൻ ദൈവസന്നിധിയിലോ മനുഷ്യന് മുമ്പാകെ ഏറ്റു പറഞ്ഞില്ല, അത് ഒളിപ്പിച്ചു വെച്ചു. 1 വർഷം വരെ ദൈവം കാത്തിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോഴോ ദൈവം അത് വെളിപ്പെടുത്തി. അപ്പൊ അവന്റെ നിരൂപണം എന്നെന്ന് അറിയുന്ന ദൈവം, അത് അറിയിക്കുന്ന ദൈവമാകിയ സ്തോത്രം. ഒളിപ്പിച്ച് വെക്കാട്ടോ. ഏത് പ്രവാചകൻ വന്നാലും 1 വർഷം വരെ ദൈവം മിണ്ടാതിരുന്നു. പക്ഷെ പിന്നെ ദൈവം തന്നെ അയച്ച് വെളിപ്പെടുത്തി. മറുവശം സ്തോത്രം, പൗലോസ് കാരാഗ്രഹത്തിലാകുന്നു. പക്ഷെ എന്നിട്ടും അവനെ കൊല്ലുവാൻ 40 പേർ ചട്ടം കൂട്ടി. അവർ പറഞ്ഞു, ഞങ്ങൾ ശപഥം ചെയ്യാണ്, അവനെ കൊല്ലുന്ന സമയം വരെ ഞങ്ങൾ ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യത്തില്ല. കാരാഗ്രഹത്തിലാണ്, എന്നിട്ട് പേടിയാ. പേടിക്കണ്ട. ഇവിടെ ഏത് സർക്കാർ വന്നാലും നമുക്കെന്താ പേടി? അവർക്ക് നമ്മെ പേടിയാ. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പൗലോസ് കാരാഗ്രഹത്തിലാകുന്നു, എന്നിട്ടും അവനെ പേടിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. അത് അറിഞ്ഞ് സ്തോത്രം പൗലോസിന്റെ സഹോദരി മകനോട് ദൈവം ഒരു ആലോചന കൊടുത്തു. അവൻ പോയി അറിയിച്ചു. അപ്പോൾ നിനക്കെതിരായി, നമുക്കെതിരായി വരുന്ന, സഭയ്ക്കെതിരായി വരുന്ന ഏത് പ്രശ്നമായാലും പ്രശ്നമല്ല. അവർ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ട. നമുക്ക് ശബ്ദമില്ലാതെ ആരാധിക്കാൻ കാണിക്കണം. നമുക്ക് ശബ്ദമില്ലാതെയും കൊട്ടാതെ നമുക്ക് ആത്മാരെ ആരാധിക്കാൻ പറ്റുമെന്ന് അവരെ കാണിക്കണം. സ്തോത്രം. ഒട്ടപ്പാട്ട് മാത്രമല്ല, അല്ലാതെ ആത്മാരെ ആരാധിക്കുമ്പോൾ, മിണ്ടാതെ മൗനമായി ആരാധിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവം. ഏത് ദൈവം? ആ പർവ്വതങ്ങളെ ഉണ്ടാക്കിയവൻ, കാറ്റിനെ സൃഷ്ടിച്ച ദൈവം. ശബ്ദമില്ലെങ്കിലും പ്രവർത്തിക്കും. എന്നാൽ വീട്ടിലിരുന്ന് അടിച്ചു പൊളിക്കണം കേട്ടോ മക്കളെ. വീട്ടിലിരുന്ന് അവിടെ ആരാഴ്ച ബലപ്പെട്ട് വന്നാൽ ഇവിടെ നമുക്ക് വിഷയമില്ല. ഡ്രമ്മില്ലെങ്കിലും കുഴപ്പമില്ല, ആരാധന വന്നോളും. പ്രാർത്ഥിച്ച് പിന്നെ 3-ാമത്തെ പ്രാർത്ഥനയിലല്ല ആത്മാവ് വരേണ്ട. പിന്നെ ഏതിലാ? തുടക്കത്തിലേ വരണം, ആത്മാവിൽ വരണം. സ്തോത്രം. വായിച്ചോ. അപ്പോൾ പർവ്വതങ്ങൾ ഉണ്ടാക്കി. പർവ്വതം എന്തിനുണ്ടാക്കി? അത് ചില പ്രശ്നങ്ങൾക്ക് മുമ്പാകെ പർവ്വതമുണ്ട്, ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പർവ്വതം ഉണ്ടാക്കിയത്. അതേ ആദ്യത്തെ പർവ്വതം അരാരാർ പർവ്വതം. ആ പർവ്വതം ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാ? അല്ലെങ്കിൽ ആ പെട്ടകം വന്ന് ഉറപ്പിക്കാൻ വേണ്ടി. പെട്ടകം അറിഞ്ഞു നടന്നു 1 വർഷത്തോളം. കഴിഞ്ഞ ദിവസം ഞാൻ വർഷങ്ങളായി വിശ്വാസമാണെങ്കിലും ധ്യാനിക്കണമെങ്കിലും, പക്ഷേ ഈ ഭാഗം ഈ കഴിഞ്ഞ ദിവസങ്ങളെ വായിച്ച് ദൈവാത്മാവ് ഓർപ്പിച്ചപ്പോൾ ഈ പർവ്വതത്തോട് ബന്ധത്തിൽ 1 വർഷമാണ് 8 പേർ 1 വർഷം ഒരു പെട്ടകത്തിൽ. സ്തോത്രം. നായയുടെ കാഷ്ടമുണ്ട്, ആനയുടെ കാഷ്ടം എന്ന് ഇവിടെ ഭാഷ കാഷ്ടം മുഖം കാഷ്ടം ആയതുകൊണ്ട് പറഞ്ഞ ഇതിലൊക്കെ കാഷ്ടം ഉണ്ട്. ഏത് പെട്ടകത്തിൽ. പിന്നെ ഭക്ഷണമുണ്ട്, ഫ്രിഡ്ജൊന്നുമില്ല. അപ്പോൾ അപ്പുറത്ത് ഇതിൻ്റെ മണവും ഇപ്പുറത്ത് മീനിൻ്റെയും ഇറച്ചിയുടെയും മണം. എങ്ങനെ ഇരിക്കും? എന്നിട്ടും മിണ്ടാതെ 8 പേർ 1 വർഷം, 1-2 അല്ല, 1 വർഷം പെട്ടകത്തിൽ നടന്നു.
ഒഴുകി ഒരു ദുഷ്ടന്റെ പിശാചിന് പ്രവർത്തനം ഉണ്ടായോ? ഇല്ല. പക്ഷെ അവരുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ ആശങ്ക, ദൈവം സംസാരിച്ചു, കേട്ടു, എന്താ പണിയാൻ പറഞ്ഞു, ഇറങ്ങാൻ പറഞ്ഞു, കയറാൻ പറഞ്ഞു, അടച്ചു. പിന്നെ ഒരു അനക്കവും ഇല്ല. ഒരു വർഷമായിട്ട് ഒരു അനക്കവും ഇല്ല. നമ്മളാണെങ്കിൽ പണ്ടേ അവിടെ നിന്ന് ചാടിയേനെ വെള്ളത്തിലേക്ക്. സ്തോത്രം. ദൈവം മിണ്ടിയില്ല. സ്തോത്രം. ആ മിണ്ടാതിരുന്നപ്പോൾ എന്താ ആശങ്ക? എപ്പോൾ എത്തും, എവിടെ എത്തും? ഒരു പിടിയുണ്ടോ? ഇല്ല. പക്ഷെ ദൈവം സമയമായപ്പോൾ അരാരാത്തിൽ ഉറപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓർപ്പിക്കുന്ന ദിവസമുണ്ട്. നമ്മൾ ഓർപ്പിക്കുന്ന നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നീ ഭാരപ്പെട്ടാലും നമ്മൾ ഭാരപ്പെട്ടാലും ആശങ്കപ്പെട്ടാലും ദൈവമക്കളെ പിശാചിന്റെ പ്രവൃത്തി ഉണ്ടായിട്ടില്ല. പക്ഷേ ദൈവം തന്നെ അവരെ ഒരു അവസ്ഥയിൽ ആക്കി വെച്ച് എന്തിനു വേണ്ടിയാ? നിനക്ക് വേണ്ടി ഒരു അരാരാത്തുണ്ട്. അവിടെ ഒരു യാഗം കഴിക്കാനുണ്ട്. ആ യാഗം അതേ കഷ്ടതയുടെ നടുവിൽ അല്ലെങ്കിൽ യാഗം അർപ്പിക്കുമ്പോൾ, സ്തോത്രം പറയുമ്പോൾ, ആരാധിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദമായി തീരും. ദൈവം തന്നെ തീരുമാനമെടുക്കും. നമ്മൾ തീരുമാനമെടുക്കുന്നത് എന്നും വേണം. പക്ഷെ ദൈവം നമ്മെ കൊണ്ട്, നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ ആരാധന കൊണ്ട് ദൈവം ചില തീരുമാനം എടുക്കണം. ദൈവം അന്ന് എടുത്ത തീരുമാനത്തിൽ ഇന്നും കുലുക്കം വന്നിട്ടില്ല. സ്തോത്രം. മാത്രമല്ല, പർവ്വതം, ഹേ മഹാപർവ്വതമേ, സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം, നീ സമഭൂമിയായി തീരും. നിനക്ക് വേണ്ടി അതേ നിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു പർവ്വതം ദൈവം പണിതുവെങ്കിൽ അതേ പർവ്വതത്തെ അത് പ്രശ്നമായി തീർന്നാൽ അതിനെ സമഭൂമിയാക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്തദാസനെയും കുടുംബത്തെയും ധാരാളം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനി ഈ സ്വതന്ത്രയിൽ പോകാൻ പോകുന്ന അതേ സഭയ്ക്ക് അതിനായി ഈ മാറ്റങ്ങൾ വരുന്നത്. സ്തോത്രം. 6 വർഷം ഇവിടെ നിന്നു. ഇനി അവിടെ കുറച്ച് സമയം കൂടി. മാത്രമല്ല അല്പം ക്ഷീണം ഉണ്ടല്ലോ, ഏത് വാർദ്ധക്യ സഹജമായ എന്നൊക്കെ പറയുന്നത്. സ്തോത്രം. എനിക്ക് തോന്നുന്നില്ല, എങ്കിലും പോട്ടെ. സ്തോത്രം. പോക്കുവരവ് സൗകര്യമൊക്കെ ഉണ്ട്. മാത്രമല്ല നമുക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാം. ഞങ്ങളും വരുന്നുണ്ട്. സ്തോത്രം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വെള്ളിയാഴ്ചയൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഇട ദിവസം നമുക്ക് മീറ്റിംഗ് വെപ്പിച്ച് നമുക്ക് പോവാം. സ്തോത്രം. അപ്പോൾ ഇവിടെ നിങ്ങളെ അനുഗ്രഹിച്ചതുപോലെ നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീർന്ന പോലെ അവിടെയും ഒരു അനുഗ്രഹം ആകണമല്ലോ. അതുകൊണ്ട് കർത്താവ് ഇത് മാറ്റുന്നത്. സ്തോത്രം. കർത്താവ് ധാരാളം അവരെ ശക്തിയിരിക്കുക അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വൻ കാര്യങ്ങൾ സ്തോത്രം ഇവിടെ കാട്ടും. അത് വൻ കാര്യങ്ങൾ കർത്താവിന് ആത്മാവ് അവിടെ ചെയ്യിക്കട്ടെ. ഇവിടെ ആലയത്തിന് പല കാര്യം ചെയ്യുവാൻ ദൈവം മക്കൾക്ക് വേണ്ടി പല കാര്യം ചെയ്യും. മാത്രമല്ല, സാക്ഷാത്ത് പറഞ്ഞ പോലെ 21 വർഷമായിട്ട് ശുശ്രൂഷയിലും മാത്രമല്ല ഇവിടുത്തെ 6 വർഷം കൊണ്ട് തനിക്കോ ഇവിടുന്ന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. സ്തോത്രം. അതുപോലെ തന്നെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. എനിക്ക് പോലും അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ സഭാചാരം ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. എങ്കിലും സ്തോത്രം സഭാചാരമായ ഒരു കർത്തദാസൻ അങ്ങനെ പ്രാഗൽഭ്യത്തോടെ പറയുന്ന ഓർത്ത് ഞാൻ കർത്താവിനെ വിശ്വസിക്കായി. സ്തോത്രം. മാത്രം ദൈവമക്കൾ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ്, അതും കൂടിയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ആ സഹകരണം കൊണ്ട് കർത്തദാസനെ കർത്താവ് ഇത്രയും വർഷം നിർത്തി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഹല്ലേലൂയ തീയമ്പായി അങ്ങോട്ട് നമുക്ക് അയക്കാം. അവിടെ തീയായ കർത്താവ് പ്രവർത്തിക്കട്ടെ. വയസ്സും പ്രായം ഒരു വിഷയമല്ല, ആരോഗ്യം വിഷയമല്ല. ദൈവാത്മാവിൻ്റെ തീയിൽ, അത് ദൈവാത്മാവിൻ്റെ ബലത്തിൽ ശക്തിയോടെ കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് ഇപ്പോൾ ഒന്നും ഒരു ആശംസയും കൂടി അനുഗ്രഹം കൂടി അത് സമർപ്പിച്ച ദൈവസ്ഥലിൽ കർത്താവ് നമ്മളെ ഈ വചനങ്ങളോട് അനുഗ്രഹിക്കട്ടെ. അത് അവൻ നമുക്ക് വേണ്ടി സ്വയം ചിലർക്ക് നിർമ്മിക്കുന്ന ദൈവമാകും. ഇന്ന് പകലും നിങ്ങൾക്ക് വേണ്ടി ആവശ്യമുള്ള നിങ്ങളുടെ ശരീരത്തിന് ആവശ്യം നിർമ്മിക്കുവാൻ, അത് ഉണ്ടാക്കുവാൻ കർത്താവിന് ഇന്നും ശക്തിയുണ്ട്. മക്കൾക്ക് സ്വന്തം ആവശ്യമുള്ള ബുദ്ധിയും ജ്ഞാനം ആരോഗ്യം നൽകുവാൻ, എന്തിനു വേണ്ടി? അവനെ ആരാധിക്കുവാൻ, അവനെ മഹത്വപ്പെടും. അവനെ മാത്രം ഒരുവനേ ഉള്ളൂ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്ന അവരുടെ നാമം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കേണ്ട സമയം നമുക്ക് ദേവദാസനോട് നന്ദി അറിയിക്കുന്നു. അനുഗ്രഹിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. മനുഷ്യൻ്റെ രാഷ്ട്രീയ സമിതിയുടെ എല്ലാ ആരാധിക്കുന്നത് ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നു. നല്ല സന്ദേശം നമ്മൾ കേൾക്കുകയായിരുന്നു. ഉത്സവത്തിൻ്റെ മഹാദിനമായി ഇവിടുത്തെ നാളെന്ന് പറയുന്നത് ഇവിടെ കഴിഞ്ഞ 6 വർഷത്തെ ഉത്സവം ഇന്ന് അവസാനിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യുവദാസന്മാർ നമ്മുടെ ഇടയിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സന്തോഷകരമായ അനുഭവത്തിലൂടെ പോകുക എന്നുള്ളതാണ് നമ്മളെല്ലാവരെയും സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഈ യുവദാസിനെ സംബന്ധിച്ചും കഴിഞ്ഞ 6 വർഷക്കാലം നമുക്ക് അത്തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് അങ്ങോട്ടോ അവിടെ ഇങ്ങോട്ടോ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒരു പാലം പോലെ വർദ്ധിക്കുവാൻ ഇടയാക്കി പ്രവർത്തിക്കുകയാണ്. ഒരു ഗാനം, ചെറിയ പാട്ട് പാടി ചില വചനങ്ങൾ പറഞ്ഞു പറഞ്ഞതാണ്. യാത്രകളിൽ തൻകാവലുണ്ട്, ആളും സഹായവും കരുതിയിട്ടുണ്ട്. യാത്ര ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും പലവട്ടം വായിക്കുകയും കേൾക്കുകയും ചെയ്ത പുസ്തകങ്ങളാണ്. അതിനാധാരമായിട്ട് എഹെസ്കേലിന്റെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ
10-ാം വാക്യം നമുക്ക് ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശാസ് അവരിൽ വന്നു. അവർ ജീവിച്ചേറ്റ വലിയ സൈന്യമായി നിവർന്നു നിന്നു. അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രവാചകനും പുരോഹിതനുമായിരുന്ന എഹെസ്കേൽ എഴുതപ്പെട്ട അനുഗ്രഹീത ഗ്രന്ഥത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 10-ാം വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു. സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ യോഗങ്ങളിലൊക്കെ സംബന്ധിക്കുമ്പോൾ അത് കൊട്ടേജ് മീറ്റിങ്ങുകളാണെങ്കിലും ഉപവാസ പ്രാർത്ഥനകളാണെങ്കിലും ഞായറാഴ്ച യോഗങ്ങളാണെങ്കിലും മറ്റിതര യോഗങ്ങളാണെങ്കിലും സഹോദരി സമാജത്തിന്റെ പ്രാർത്ഥനയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ജീവൻ വെക്കേണ്ടതിനാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നടക്കുന്നത്. യോഗം തീരുമ്പോൾ നമുക്ക് എന്തുണ്ടാവണം? ജീവനുണ്ട്. രാജേഷ് ബാസു പറഞ്ഞ് യോഗം കഴിയുമ്പോൾ കൂട്ടുണ്ടാകും. യോഗം കഴിയുമ്പോൾ കൂട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ യോഗം തീരുമ്പോൾ നമുക്കൊരു ജീവൻ ഉണ്ടാവും. സാഹചര്യങ്ങളെ ദൈവം എന്ത് ചെയ്യും? മാറ്റി എഴുതുമെന്ന് നമ്മൾ വിശ്വസിക്കണം. 37-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഈ പ്രവചന പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം പ്രവാചകനെ ഒരു വലിയ താഴ്വരയിലേക്ക്, ഒരു വലിയ മരുഭൂമിയുടെ താഴ്വരയിലേക്ക് കൊണ്ടെത്തി നിർത്തുകയാണ്. ഫുള്ള് ഡ്രൈ ബോൺസ് നിറഞ്ഞ, അസ്ഥികളാൽ നിറഞ്ഞ താഴ്വരയിൽ പ്രവാചകനെ ദൈവം കൊണ്ടെത്തിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മരണം മാത്രം പറയുന്ന അല്ലെങ്കിൽ ഭയം മാത്രം കൈമാറുന്ന, പേടി മാത്രം കൈമാറുന്ന ഒരു താഴ്വരയിലേക്ക് പ്രവാചകനെ ദൈവം കൊണ്ടെത്തിക്കുമ്പോൾ പ്രതീക്ഷകളില്ലാത്ത ഒരു താഴ്വരയാണത്. സാഹചര്യം എന്താണ് ചൂണ്ടിക്കാട്ടുന്നത്? സാഹചര്യം എന്താണ് ഇവിടെ എംഫസൈസ് ചെയ്യുന്നത്? പ്രതീക്ഷയില്ല. ഹോപ്പ്ലെസ്നെസ്. There is no hope for you. നിന്നെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷയില്ലെന്ന് പറയുന്ന സാഹചര്യത്തിലേക്കാണ് പ്രവാചകനെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നത്. ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം. തന്നെത്താനെ ട്രാൻസ്പോർട്ട് ചെയ്തല്ല ഈ താഴ്വരയിലേക്ക് വരുന്നത്, മറിച്ച് യഹോവയുടെ കൈയാൽ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ടെത്തിയിരിക്കുന്ന താഴ്വര. ദൈവത്തിന്റെ കൈ കൊണ്ട് ഒരു മനുഷ്യനെ ദൈവം ഒരിടത്തേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സാഹചര്യം എത്ര മോശമാണെങ്കിലും ദൈവമാണ് നമ്മളെ അവിടെ കൊണ്ടെത്തിച്ചതെങ്കിൽ ദൈവത്തിന് അതിന്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. നമുക്കറിയാം, പണിയായുധങ്ങൾ ഉണ്ടാക്കുന്ന കൊല്ലന്റെ ആലയിൽ ഒരു പണിയായുധം എത്തുന്നതിന് മുമ്പേ ഏതെങ്കിലുമൊക്കെ ഷേപ്പിലാകും. സാധാരണയായിട്ട് വണ്ടികളൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് വലിയ പ്ലേറ്റ് ഒക്കെ, ഞങ്ങളുടെ ഫാദർക്ക് വലിയ പ്ലേറ്റ് ഒക്കെ മാറ്റി വെക്കും. ഓടാലി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പൂന്താലി പണിയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി വെക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഈ പ്ലേറ്റിനകത്തുനിന്ന് എങ്ങനെയാണ് ഓടാലി ഉണ്ടാക്കുന്നത്? ഈ പ്ലേറ്റിനകത്തുനിന്ന് എങ്ങനെയാണ് പൂന്താലി ഉണ്ടാക്കുന്നത്? ഇതിനകത്തുനിന്ന് എങ്ങനെയാണ് പൂമ്പ ഉണ്ടാക്കുന്നത്? എന്നാൽ ഈ പ്ലേറ്റ് ഒരിടത്ത് എത്തും. ആരുടെ കയ്യിലെത്തും? കൊല്ലന്റെ കയ്യിലെത്തും. കൊല്ലൻ ഇതിനെ പഴിപ്പിച്ച് അവന്റെ ഹൃദയത്തിൽ ഇഷ്ടമുള്ള ഒരു ആയുധമാക്കി മാറ്റിയെടുക്കുന്നത് പോലെ നമ്മള് പലപ്പോഴും നിരാശയുടെ താഴ്വരയിൽ, ഭയത്തിന്റെ താഴ്വരയിൽ, ഒറ്റപ്പെടലിന്റെ താഴ്വരയിൽ, ആരും നമ്മോട് സംസാരിക്കാതെ മാറ്റി നിർത്തുന്ന താഴ്വരയിൽ, ദൈവശബ്ദങ്ങൾ പോലും എനിക്ക് അനുകൂലമായി നിൽക്കുന്നില്ലല്ലോ എന്ന് നമ്മുടെ മനസ്സിനോട് മന്ത്രിക്കുന്ന താഴ്വരയിൽ, വീണ്ടും 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 വഴികൾ അടയുന്ന താഴ്വരയിൽ, മുമ്പിൽ ശൂന്യത മാത്രം നിറഞ്ഞു നിൽക്കുന്ന താഴ്വരയിൽ നമുക്ക് നമ്മളെ പറ്റി ഒരു രൂപമുണ്ട്. നമ്മുടെ ഭാവിയെ പറ്റി ഒരു രൂപമുണ്ട്. മരുഭൂമിയിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളെ പറ്റിയുള്ള രൂപം എന്താണ്? തകർച്ചയുടെ രൂപമാണ്, ഭീഷണിയുടെ രൂപമാണ്, ഇല്ലായ്മയുടെ രൂപമാണ്. ഒരു രൂപം പോലും ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണമെന്നില്ല. എന്നാൽ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തമ്പുരാന്റെ മനസ്സിൽ നമ്മളെ പറ്റി ഒരു രൂപമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഈ പ്ലേറ്റ് ഓരോ പ്രാവശ്യവും ആ ഉലയിൽ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ ആ പ്ലേറ്റ് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഐ എം ഗോയിങ് ടു ചേഞ്ച്. ഞാൻ മാറ്റപ്പെടാൻ പോകുന്നു. മാത്രമല്ല എന്നെ പിടിച്ചിരിക്കുന്ന ഒരാളുണ്ട്, അത് കൊല്ലനാണ്. ആ കൊല്ലന്റെ കയ്യിൽ നിന്ന് ഓരോ പ്രാവശ്യം ഈ ഉലയിലൂടെ കയറി ഇറങ്ങുമ്പോഴും ഓരോ പ്രാവശ്യവും നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കൾ, മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നിങ്ങളെ ഒരായുധമാക്കി മാറ്റാനാണ് കഷ്ടതയിലൂടെ
കടത്തിവിടുന്നത്. ദൈവം നിങ്ങളെ ഒരു പണിയായുധമാക്കി മാറ്റാനാണ് അത്തരത്തിലുള്ള ഭീകരമായ അന്തരീക്ഷത്തിലൂടെ കടത്തിവിടുന്നത്. കത്തിപ്പോകുമ്പോൾ ആ കത്തൽ തീരാനല്ല, മറിച്ച് ആ കത്തലിനപ്പുറം നിങ്ങൾക്കൊരു രൂപമുണ്ടാകും എന്നുള്ള കാര്യം ദൈവമക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സ്തോത്രം ചെയ്യുന്നു. നിരാശയുടെ താഴ്വര, ഹോപ്പ്ലെസ്നെസ്, there is no hope. മണ്ണുകൾ മാത്രം നിറയുന്ന, പൂഴിമണ്ണ് കൊണ്ട് നിറയുന്ന, വിഷസർപ്പങ്ങളുള്ള ഏകാന്തതയുടെയും നിരാശയുടെയും താഴ്വരയിൽ ദൈവത്തിന് തന്റെ ജനത്തോട് സംസാരിക്കാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ താഴ്വരയിൽ കൊണ്ടെത്തി നിർത്തുമ്പോ ദൈവത്തിന് യെഹെസ്കേലിനോട് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യെഹെസ്കേലേ, ഇത് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടെത്തിക്കുമ്പോൾ ഇത് ഇസ്രായേൽ മക്കളുടെ ആധ്യാത്മിക പരാജയത്തിന്റെ അവസ്ഥയെ നിന്നെ കാണിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം ചെയ്യുന്നു. ചില ആളുകൾക്ക് എന്നും സന്തോഷമാണെങ്കിൽ ഇഷ്ടമാണ്, എന്നും ജോലിയാണെങ്കിൽ ഇഷ്ടമാണ്, എന്നും സാമ്പത്തിക വരുമാനങ്ങൾ ഉണ്ടാകുമെങ്കിൽ ഇഷ്ടമാണ്, എന്നും ഗൂഗിൾ പേ ക്രെഡിറ്റഡ് എന്ന് കാണുന്നത് ഇഷ്ടമാണ്. ആ ഡെബിറ്റഡ് വലിയ പ്രയാസം. ഇങ്ങനെ ക്രെഡിറ്റഡായി കൂടുതൽ ക്രെഡിറ്റ് ഉണ്ടാകാൻ ആളുകൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ചില സമയത്ത് ദൈവം നമ്മളെ കൊണ്ട് വലിയ കുഴിയിലോട്ട് എടുക്കും. ഈ കുഴി പ്രവാചകൻ പറഞ്ഞിട്ടില്ല, ഈ കുഴി പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ കുഴിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിന്നെ കാണിക്കാൻ വേണ്ടിയാണ്. ആത്മീകമായി നീ പരാജയപ്പെട്ടിരിക്കുന്നു, നിന്റെ പരാജയത്തെ കാണിക്കാൻ വേണ്ടിയാണ്. ദൈവം തന്റെ സ്വന്തം ജനമായ ഇസ്രായേലിന്റെ ന്യായപ്രമാണങ്ങളും ചട്ടങ്ങളും അടങ്ങുന്ന, വിധികളും അടങ്ങുന്ന ഒരു കൂട്ടം കാര്യങ്ങൾ നൽകിയിട്ട് ഇസ്രായേലിനോട് ദൈവം പറയുന്നുണ്ട്, യു ആർ മൈ പീപ്പിൾ. ഈ സമൂഹത്തിൽ നിന്ന്, ലോകത്തിന്റെ 5 വൻകരകളിൽ നിന്ന് എനിക്ക് എന്റേതെന്ന് പറയാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ പലപ്പോഴും എനിക്ക് എന്റേത് എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾ അന്യം വിട്ടു പോകുമ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന താഴ്വരയാണ് ഒറ്റപ്പെടുന്ന താഴ്വര. ഇന്ന് മകൻ ദൈവമക്കൾ മനസ്സിലാക്കണം. ചില ഇടങ്ങളിലൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, ചില ഇടങ്ങളിലൊക്കെ നമ്മൾ പെട്ടുപോകുമ്പോൾ, ചില ഇടങ്ങളിലൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോകുമ്പോൾ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ചങ്കോട് ചേർത്ത് നിർത്തുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഭീഷണിയുടെ, അതുകൊണ്ട് ഭയത്തിന്റെ, നിരാശയുടെ താഴ്വര നമ്മുടെ അവസാനമല്ല, മറിച്ച് നമ്മുടെ തുടക്കമാണ്. ആത്മനിർഭര ദൈവമക്കൾ പരാജയത്തെ കാണുമ്പോൾ പരാജയത്തെ അല്ല ഫീൽ ചെയ്യേണ്ടത്. നിങ്ങളുടെ കാലുകളിൽ, നിങ്ങളുടെ കൈകളിൽ, നിങ്ങളുടെ ശിരസിൽ, നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഊർജ്ജത്തെ നിങ്ങൾ കാണണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പിശാച് പറയും നിങ്ങൾ പരാജയം ഫീൽ ചെയ്യണം, പിശാച് പറയും നിങ്ങൾ പേടി ഫീൽ ചെയ്യണം, പിശാച് പറയും നിങ്ങൾ തോൽവി ഫീൽ ചെയ്യണം. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവമക്കളെ സംബന്ധിച്ച് അവര് ഫീൽ ചെയ്യുന്നത് പരാജയത്തെയല്ല, തോൽവിയല്ല, ഭയത്തെയല്ല, മറിച്ച് അവർക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ദൈവപ്രവൃത്തിയുടെ വാതായനങ്ങളെയാണ്. ഈ ലോകത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കാലുകളിൽ, നിങ്ങളുടെ വിരലുകളിൽ, നിങ്ങളുടെ തലച്ചോറുകളിൽ, നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് പരാജയത്തെയല്ല, മറിച്ച് ജയത്തെയാണ്, വിജയത്തെയാണ്. ഓരോരോ ആഘോഷത്തിന്റെ നിലവാരത്തിലുള്ള ഒരു അന്തരീക്ഷത്തെ നമ്മൾ ഫീൽ ചെയ്യണം. സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ പരാജയം കൊണ്ട് നമ്മൾ തീർന്നു. കുഞ്ഞുകുട്ടിച്ചാൻ ഇങ്ങനെ ഒരു പരാജയം വന്നുകൊണ്ടാണല്ലോ തീർന്നു പോയത്. മാത്തുക്കുട്ടിച്ചാൻ ഇങ്ങനെ ഒരു പരാജയം വന്നതുകൊണ്ടാണല്ലോ തീർന്നു പോയത്. വേറെ അമ്മാമയ്ക്ക് ഇങ്ങനെ ഒരു പരാജയം വന്നുകൊണ്ടാണല്ലോ തീർന്നു പോയത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആ ഡയറിയൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനത്തെ എന്തെങ്കിലും ഡയറി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വൈകിട്ട് കരിയിലെല്ലാം കൂടെ കത്തിക്കുന്ന കൂട്ടത്തിൽ ആ ഡയറി കൂടെ കത്തിച്ചോളൂ. ദൈവം നമ്മൾ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്ത് വന്നതല്ല ഇവിടെ. ഈ വലിയ ഗർഭത്തിലേക്ക് ദൈവത്തിന്റെ കൈയാണ് നമ്മളെ കൊണ്ടുവന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, there is a divine intervention. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു, 75% നമ്മുടെ കയ്യിലെ വിഷയം നമ്മുടെ കയ്യിൽ നിന്ന് മറ്റൊരാള് അപഹരിച്ചു കൊണ്ടുപോയി നമുക്ക്
തോന്നിയാലും 99% ഇനി സാധ്യതയില്ലെന്ന് നമുക്ക് തോന്നിയാലും ഞാൻ ആത്മാവിൽ പറയുന്നു, there is a divine intervention. ദൈവത്തിന്റെ ഇടപെടൽ അവിടെയുണ്ട്. ആത്മശബ്ദത്തിൽ ഞാൻ സ്ഥലം ദൈവമക്കളോട് പറയുന്നു, നിങ്ങൾക്കെതിരെയുള്ള ശബ്ദങ്ങൾ നിശ്ചലമാകും, നിങ്ങൾക്കെതിരെയുള്ള ആഘോഷങ്ങൾ നിശ്ചലമാകും, നിങ്ങൾക്കെതിരെയുള്ള ആർപ്പുവിളികൾ നിശ്ചലമാകും, നിങ്ങൾക്കെതിരെ കൂട്ടുകൂടുന്ന കൂട്ടുകാരുടെ ഇടങ്ങൾ ശൂന്യമാകും, നിങ്ങളുടെ പരാജയത്തിന് വേണ്ടി കാതോർക്കുന്ന കാതുകൾ അടഞ്ഞുപോകും. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഞാൻ ഇടപെടുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങൾ പടവർക്ക് വേണ്ടി ഞാൻ ഇടപെടുന്ന ദിവസമുണ്ട്. നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ഞാൻ ഇടപെടുന്ന ദിവസമുണ്ട്. ശുശ്രൂഷക്കെതിരെ ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ഇടപെടും. ഇതാണോ ശുശ്രൂഷ? കാലയ്ക്ക് കൊട്ടുവടി കൊണ്ട്, കൊട്ടുവടി എന്നാണ് മലയാളം, കൊട്ടുവടി മലയാളം പറയുമ്പോൾ തെറ്റ് പറയാൻ പാടില്ല, കൊട്ടുവടി കൊണ്ട് തലക്കടിച്ചിട്ട് ഈസ് ദിസ് യുവർ മിനിസ്ട്രി, ഇതാണ് നിന്റെ മിനിസ്ട്രി, ഇങ്ങനെയുള്ള മിനിസ്ട്രി എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഞാൻ ആത്മാവിൽ പറയുന്നു, ആളുകളുടെ ശബ്ദമല്ല, എന്റെ ഇന്റർവെൻഷൻ, എന്റെ ഇടപെടലുണ്ടാവും. ഞാൻ ഇടപെടും. ചില കുടുംബങ്ങളിൽ ദൈവം ഇടപെടും, ചില കുഞ്ഞുങ്ങളിൽ ദൈവം ഇടപെടും, ചില മാതാപിതാക്കളിൽ ദൈവം ഇടപെടും, ചില പ്രശ്നങ്ങളിൽ ദൈവം ഇടപെടും, നിന്റെ ശുശ്രൂഷയിൽ ദൈവം ഇടപെടും. മനുഷ്യന്റെ ഇടപെടലുകൾ തീർന്നു പോകും. അതിന് വിശ്വസിക്കുന്ന ആത്മാവിൽ ദൈവഭക്തനോട് പറയുന്നു, so where are you standing? നീ എവിടാ നിൽക്കുന്നേ? I am standing on a valley filled with dry bones. എങ്ങനത്തെ താഴ്വരയാണ്? നല്ല താഴ്വരയാണോ? അല്ല. സ്തോത്രം ചെയ്യുന്നു. പച്ചപ്പുള്ള താഴ്വരയാണോ? അല്ല. ഒയാസിസിലാണോ നിൽക്കുന്നത്? അല്ല. ഇവിടെ യാതൊരു പരിപ്പച്ചകളുമില്ല. നീ നിൽക്കുന്നത് ഡ്രൈ ബോൺസിലാണ്. There is a possibility. ഒരു പോസിബിലിറ്റി അല്ല, അനന്തമായ ഒരു സാധ്യതയുണ്ട്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, നിങ്ങൾ നിൽക്കുന്ന സ്ഥലം മുഴുവനും നിങ്ങൾക്കെതിരെ നിന്നാലും ആത്മശക്തിയിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, അവിടെ ഒരു ചെറിയ സാധ്യതയല്ല, അനന്തമായ ഒരു സാധ്യതയുണ്ട്. അവിടെ ഒരു ചെറിയ സാധ്യതയല്ല, അനന്തമായ ഒരു സാധ്യതയുണ്ട്. നീ എന്താ ചെയ്യേണ്ടത്? ദൈവം നീ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് എഹെസ്കേലിനോട് പറയാനുള്ള കാര്യം, prophesy over these bonds. Hallelujah. Amen. കഷ്ടതയെ നോക്കി എന്ത് ചെയ്യണം? പ്രവചിക്കണം. രോഗബന്ധനത്തെ നോക്കി എന്ത് ചെയ്യണം? പ്രവചിക്കണം. സ്ഥിരമായി വരുന്ന വഴി അടയുമ്പോൾ, നന്മകളുടെ സ്ഥിരം വഴികൾ അടയുമ്പോൾ അതിനെ നോക്കി പ്രവചിക്കണം. സ്തോത്രം. അസ്ഥികൾക്ക് തേയ്മാനം ഉണ്ടാകുമ്പോൾ അതിനെ നോക്കി എന്ത് ചെയ്യണം? പ്രവചിക്കണം. മൈഗ്രെയിൻ ഉണ്ടാകുമ്പോൾ അതിനെ നോക്കി എന്ത് ചെയ്യണം? പ്രവചിക്കണം. ബന്ധക്കോസ് എന്ന് പറഞ്ഞാൽ എന്താ? ബന്ധക്കോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് ആത്മശക്തിയുടെ ഇരിപ്പിടമാണ്, ആത്മാവരണത്തിന്റെ ഇരിപ്പിടമാണ്. ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞു സംസാരിച്ചാൽ ഈ താലൂക്കിലെ ഏറ്റവും വലിയ ആള്, അധികാരമുണ്ടെന്ന് പറയുന്ന ഏറ്റവും വലിയ ആളിനേക്കാളും അധികാരം ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ യാത്രയിലിരിക്കുമ്പോൾ ആ കുഞ്ഞു പറയുന്ന ഒരു ആമേൻ ഉണ്ടല്ലോ, ഒരു ഹല്ലേലൂയ ഉണ്ടല്ലോ, ഒരു പ്രൈസ് ദി ലോർഡ് ഉണ്ടല്ലോ, ഒരു സ്തോത്രം ഉണ്ടല്ലോ. അതിന്റെ അർത്ഥം ആ കുഞ്ഞിന് അറിയത്തില്ല, പക്ഷേ അർത്ഥം അറിയാതെയാണ് പറയുന്നതെങ്കിൽ there is a power. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? You prophesy over these bonds. ഈ അസ്ഥികളെ നമുക്ക് നീ എന്ത് ചെയ്യണം? പ്രവചിക്കണം. സ്തോത്രം ചെയ്യുന്നു. Praise the Lord. അസ്ഥികളെ നോക്കി പ്രവചിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഐമനത്ത് പ്രവാചകൻ വന്നു, കുറച്ച് ഐമനത്തായിരിക്കുന്നത്. ആ പ്രവാചകൻ വന്നു, അങ്ങോട്ട് പ്രവചിച്ചിട്ടുണ്ട്, അങ്ങോട്ടെല്ലാം ജീവനുണ്ട്. അങ്ങനെയാണോ?
അയ്മനത്തെ പ്രവാചകന്റെ വായിലല്ല നിന്റെ ജീവൻ ഇരിക്കുന്നത്. നീ പ്രവചിക്കുമ്പോ there is a power of God. എന്താ പറയുന്നത്? നീ സംസാരിക്കുമ്പോ ചില ആളുകൾ സംസാരിക്കരുത്, ചില ആളുകൾ പ്രാർത്ഥിക്കരുത്, ചില ആളുകൾ പ്രവചിക്കരുത്, ചില ആളുകൾ കൈയടിക്കരുത്. നിനക്ക് കൈയടിക്കാനുള്ള യാതൊരു സ്റ്റാറ്റസും ഇല്ല, നിനക്ക് പ്രവചിക്കാനുള്ള യാതൊരു സ്റ്റാറ്റസും ഇല്ല, നിനക്ക് സ്തോത്രം പറയാനുള്ള യാതൊരു സ്റ്റാറ്റസും ഇല്ല. യു സ്റ്റോപ്പ് പ്രൈസിംഗ് ഗോഡ്. നീ ദൈവത്തെ സ്തുതിക്കണം. ഞങ്ങളുടെ വിശുദ്ധന്മാരുണ്ട്, ഞങ്ങളുടെ വലിയവരുണ്ട്. പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സ്ത്രീയെ കൊണ്ടു നിർത്തിയ പരീശന്മാരോട് യേശുവിന് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ വലിയ വിശുദ്ധന്മാരൊന്നും ഞാൻ വേണ്ട, ഇവളെ വീണ്ടെടുക്കാൻ പാകമായ അതേ രക്തം കൊണ്ട് മാത്രമേ നിങ്ങളെ വീണ്ടെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ പ്രവചിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? സംസാരിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? നിന്റെ വിഷയത്തെ നീ നോക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? നിന്റെ ഉള്ളിൽ നിന്ന് ആത്മശക്തി വ്യാപരിച്ചിട്ട് ജീവനും പുനരുത്ഥാനവും ഉണ്ടാകുന്നു. There is a life and there is a resurrection and there is a reformation. മുമ്പുള്ളവരെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവരെ നിങ്ങൾ നിരൂപിക്കണ്ട. എപ്പോ മുതലാണ് നിങ്ങൾ സംസാരിക്കുമ്പോൾ there is going to a change. ഒരു മാറ്റം നിങ്ങളുടെ വീടിനകത്ത് ആരംഭിക്കും, ഒരു മാറ്റം നിങ്ങളുടെ നാട്ടിൽ ആരംഭിക്കും, ഒരു മാറ്റം നിങ്ങളുടെ കുട്ടികളിൽ ആരംഭിക്കും, ഒരു മാറ്റം നിങ്ങളുടെ സഭയിൽ ആരംഭിക്കും. നിങ്ങൾ വിഷാദിഷ്ടമുള്ള കാര്യം എന്താണെന്നറിയാം? പ്രാർത്ഥിക്കാനേ നമ്മുടെ ഒത്തിരി പുണ്യവാളന്മാരുണ്ട്, മറ്റവരോട് അല്ലെങ്കിൽ പുണ്യവാളന്മാരെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കുമ്പോൾ ദൈവമക്കളോട് ഞാൻ പറയണം, പിശാചിന് പറയുന്നു, ഈ പിശാചിന് ഇഷ്ടമില്ലാത്ത കാര്യം നിന്റെ വാ തുറക്കാതിരിക്കുക എന്നുള്ളതാണ്. അവൻ ഇഷ്ടമല്ല, നീ വാ തുറക്കരുത്, നീ ഒരിക്കലും ശബ്ദിക്കരുത്, നീ ഒരിക്കലും നിന്റെ വിഷയത്തിൽ ഇടപെടരുത്. ഞാൻ ആത്മാവിൽ പറയുന്നു, പുണ്യവാളന്മാർക്ക് പ്രാർത്ഥിക്കാൻ, പുണ്യവാളന്മാരോടും പുണ്യവതികളോടും പ്രവാചകന്മാരോടും പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ വിഷയം കൈമാറുന്നതിന് മുൻപ് ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം ആഗ്രഹിക്കുന്ന കാര്യം പറയുന്നു, നിന്റെ വിഷയത്തെ നീ നിന്റെ കയ്യിലെടുത്ത് അതിനെ നോക്കണം. You have to talk to your problems. നിന്റെ പ്രശ്നത്തോട് നീ സംസാരിക്കണം. പിശാച് വഴിയെ നിന്റെ കയ്യിലെടുത്ത് നീ സംസാരിക്കണം. നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തെ നിന്റെ കയ്യിലെടുത്ത് നീ സംസാരിക്കണം. നിന്റെ ശരീരത്തെ ക്ഷയിപ്പിക്കുന്ന പൈശാചിക രോഗബന്ധനങ്ങളെ നിന്റെ കയ്യിലെടുത്ത് നീ സംസാരിക്കണം. നാളുകളായി മനസ്സിനെയും ശരീരത്തെയും ക്ഷീണിപ്പിക്കുന്ന ബന്ധനങ്ങളെ നിന്റെ കയ്യിലെടുത്ത് നീ സംസാരിക്കണം. നീ സംസാരിക്കുമ്പോ ദൈവം, നീ പ്രവചിക്കുമ്പോ ദൈവം. പ്രശ്നം വരുമ്പോഴേ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പാസ്റ്റർ പറഞ്ഞുകൊണ്ട് നമ്മൾ വല്ല ആരുന്ന പെട്ടകത്തിലെങ്കിലും നമ്മൾ എടുത്തിയാടിയാണ് വെള്ളത്തിൽ വീട് ചത്താലും വേണ്ടില്ല, ആരും മുത്തി കൊന്നാലും വേണ്ടില്ല. ഈ സയനൈഡ് ഉണ്ടെങ്കിൽ അതോടെ വായിലിട്ട് എന്ത് ചെയ്യും? എടുത്ത് വെള്ളത്തിൽ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഒരു വിഷയം നമ്മുടെ ജീവിതത്തിലേക്ക് പതിയെ തലപൊക്കി വരുമ്പോ, ഒരു പ്രതിസന്ധി നമ്മളെ മൂടിക്കളയുമെന്ന് തോന്നുന്ന രീതിയിൽ നമ്മുടെ അരികിലേക്ക് വരുമ്പോ, നമ്മൾ ഈ പ്രതിസന്ധിയല്ല കാണുന്നത്, മറിച്ച് നമ്മുടെ സാഹചര്യത്തെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മുടെ സാഹചര്യത്തെ മാറ്റുന്ന ദൈവത്തെ കാണണം. വിശ്വാസമുണ്ടോ? 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 ദൈവം നമ്മുടെ സാഹചര്യത്തെ രൂപാന്തരപ്പെടുത്തുമെന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ ഞാൻ ആത്മാവിൽ പറയുന്നു, വർഷങ്ങളായി നമ്മൾ അനുഭവിക്കുന്ന ബന്ധനങ്ങളുടെ മീതെ നമുക്കൊരു ജയമുണ്ടാകും. ഞാൻ ആത്മാവിൽ കാണുന്നു, പരാജയത്തിന്റെ താഴ്ത്തി കെട്ടിയ കൊടിയല്ല, ജയത്തിന്റെ വെള്ളിക്കൊടി, ജയത്തിന്റെ കൊടി, ആഘോഷത്തിന്റെ കൊടി, ഉത്സവത്തിന്റെ കൊടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നു. ഒരു മിറാക്കുലസ് ആയിട്ടുള്ള റെസ്റ്റോറേഷൻ.
വീശാൻ തുടങ്ങി. അസ്ഥിയോട് ചേരാൻ തുടങ്ങി. മാംസം വെച്ച് കുടിക്കപ്പെടാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ഇത് സൈന്യമായി മാറാൻ ഒരു സാധാരണക്കാരനെ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ കൈയെടുത്ത് വേറൊരു ദൈവത്തിന്റെ കൈ കൊണ്ട് ചലിക്കപ്പെട്ട് മരുഭൂമിയിലെത്തപ്പെട്ട ഒരു മനുഷ്യനെ ദൈവം പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇസ്രായേൽ തകർന്നു പോയി എന്ന് നിനക്ക് തോന്നിയാലും സ്തോത്രം ചെയ്യുന്നു. ഞാൻ വീണ്ടെടുത്ത എന്റെ ജനമാണെങ്കിൽ, ഞാൻ രക്തം കൊണ്ട് വീണ്ടെടുത്ത എന്റെ ജനമാണെങ്കിൽ, പുതിയ ഇസ്രായേലിനോട് ആത്മാവിൽ പറയുന്നു, ആ രക്തം കൊണ്ട് വീണ്ടെടുക്കുന്ന തന്റെ ജനം എന്നും നാശദൂരത്തിൽ കിടക്കാൻ, എന്നും അന്ധകാരത്തിൽ കിടക്കാൻ, എന്നും ഭീതിയിൽ കിടക്കാൻ, എന്നും പരാജയത്തിൽ കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അസ്ഥികൾ ചേരാൻ പോവുകയാണ്. നിങ്ങളുടെ സാഹചര്യങ്ങൾ ദൈവം മാറ്റാൻ പോവുകയാണ്. ആ ബന്ധനങ്ങൾ മാറാൻ പോവുകയാണ്. ആ കെട്ടുകൾ മാറാൻ പോവുകയാണ്. ആ പൈശാചിക ഇടപാടുകൾ മാറാൻ പോവുകയാണ്. ആ ഇടപെട്ട് മാറാൻ പോവുകയാണ്. നിങ്ങൾക്ക് മാത്രം കാണാൻ പാകത്തിന് ദൈവത്തിന് മാത്രം തുറക്കാൻ കഴിയുന്ന നമ്മുടെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം നമ്മുടെ ദൈവദാസന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ഒന്നിനെ അറിയിച്ച് ഇരിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുന്നു.